ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേരള സ്റ്റൈൽ മാങ്ങ അച്ചാറാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ സദ്യ സ്പെഷ്യലാണ്. നമ്മളിപ്പോൾ ഒരു 2 മാങ്ങ മാത്രം എടുത്തിട്ടാണ് നമ്മളിത് അച്ചാർ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനതിനായിട്ട് ഒരു 2 മാങ്ങ എടുത്തിട്ടുണ്ട്. 1/2 കിലോ മാങ്ങയാണ്. അപ്പോൾ നമുക്കത് നന്നായിട്ട് ആദ്യം ഒന്ന് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്കിന്നൊക്കെ അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. അച്ചാറുണ്ടാക്കുമ്പോൾ ഒട്ടും നനവൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എടുക്കുന്ന പാത്രങ്ങളും സ്പൂണും മാങ്ങയിലും ഒന്നും നനവുണ്ടാവാനേ പാടില്ല. അങ്ങനെ തയ്യാറാക്കുമ്പോൾ പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ സ്കിന്നൊക്കെ അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് ഇതൊന്ന് സ്ലൈസാക്കി മുറിച്ചെടുക്കണം. നമ്മൾ സ്ലൈസാക്കി മുറിച്ചെടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. കേരള സ്റ്റൈൽ അച്ചാർ തയ്യാറാക്കുമ്പോൾ മാങ്ങ ചെറിയ പീസുകളാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. നോർത്ത് ഇന്ത്യൻ അച്ചാർ തയ്യാറാക്കുമ്പോൾ വലിയ പീസായിട്ട് വേണം മാങ്ങ അരിഞ്ഞെടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഇതൊന്ന് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ആക്കി കൊടുത്തിട്ട് വേണം ഞാനിപ്പോൾ ഇത് കട്ടിംഗ് ടേബിളിൻ്റെ മുകളിൽ വെച്ച് ചെറിയ പീസുകളാക്കി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ അച്ചാർ തയ്യാറാക്കുന്നത് വളരെ കാലം കേടുകൂടാതെ രീതിയിലാണ് ഈ നോർത്ത് ഇന്ത്യൻ അച്ചാറൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. നോർത്ത് ഇന്ത്യൻ അച്ചാർ തയ്യാറാക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കൂ. വളരെ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ സമയത്താണ് അച്ചാറുകളൊക്കെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പം നമ്മൾ ചെറിയ പീസുകളാക്കി എടുത്ത മാങ്ങ എല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ സ്പൂൺ കൊണ്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ഇട്ട് കൊടുക്കുന്നതെന്ന് തോന്നുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറിയ പീസുകളായതുകൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് അത് സോഫ്റ്റ് ആയിട്ട് വരും. ഒരു അരമണിക്കൂർ നേരം നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ചേർക്കണം എന്നുള്ളവർക്ക് പകുതി വീതം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക്, മണമൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി നമ്മൾക്കൊരു സ്റ്റൗവിലേക്ക് ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 50 ഗ്രാം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒരു ചെറുതായിട്ടൊരു പുക പോലെ വരാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ട് ഒരു 2 തണ്ട് കറിവേപ്പിലയും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചൂടായ എണ്ണ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ മസാലകളിലും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മസാലയുടെ ആ റോ ടേസ്റ്റൊക്കെ അങ്ങ് മാറിക്കിട്ടും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ അച്ചാറൂടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അച്ചാറാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും, കുട്ടികൾക്ക് വരെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ്. കുട്ടികളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കും ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് അച്ചാർ തയ്യാറാക്കിയിട്ടുള്ളത്. ഈസിയാണ്, ടേസ്റ്റിയുമാണ്. ഇനി വേണ്ട ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പോ എരിവൊക്കെ ചേർക്കണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചുകൂടെ ലൂസായിട്ട് വേണം അച്ചാർ വേണമെന്നുള്ളവർക്ക് നമ്മളിപ്പം എണ്ണ ചൂടാക്കിയ പാത്രത്തിലേക്ക് കുറച്ച് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ ലൂസ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. എപ്പം വെള്ളം വേണം ലൂസാക്കണം എന്നുണ്ടെങ്കിലും ഇതുപോലെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ബോട്ടിലിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.